ഇതുപോലെ വയറ് പിരിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൽ കണക്ഷൻ കൊടുക്കണം കത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇതെല്ലാം അങ്ങനെ കേബിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വയറും നമ്മൾ ഫേസിലാണ് കൊടുത്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. പൊളാരിറ്റി മാറുന്നുള്ളത്. കാരണം എല്ലാം ഈ ഫേസിൽ നിന്ന് മറ്റേ ന്യൂട്രലിലേക്ക് അങ്ങ് കൊടുത്ത് പോയി എല്ലാം ഫേസിലാണ് കൊടുത്തത്. ഈ പിന്നെ ഉണ്ടാക്കുന്നത് RGB ആണ്. അത് 3 കളറിൽ മിന്നിക്കത്തുന്ന ലൈറ്റ്, ചുവപ്പ്, പച്ച, നീല എന്നിങ്ങനെ 3 കളറിൽ മിന്നിക്കത്തും. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ബൾബ്, പിന്നെ ഈ ബൾബെല്ലാം ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്ന ഫേസ് ന്യൂട്രൽ എല്ലാം ഇത് കട്ട് ചെയ്യേണ്ടതെല്ലാം ഞാൻ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ ഞാൻ ഇടാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോളൂ. അപ്പോൾ ഞാൻ നോക്കേണ്ടത് എൻ്റെ വീഡിയോ ഒന്ന് വിശദീകരിച്ച് പറയാത്തത് കൊണ്ടാവണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ബൾബ് ഇങ്ങനെ, ഇതിപ്പോൾ നീല ബൾബിന് ഞാൻ നീല വയറാണ് കൊടുക്കുന്നത്. പച്ച വയറിന് പച്ച വയർ കൊടുക്കും. അങ്ങനെ ഓരോ വയറ് കളർ മാറിയിട്ട് അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അത് വാങ്ങുന്ന ആൾക്കാരെ ഇപ്പോൾ നമ്മൾ വാടക ഇടുന്നതായാലും മനസ്സിലാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ്. ഞാനത് ചെയ്യുന്നത് ഇതെല്ലാം ഓരോന്ന് കളർ ഇങ്ങനെ കൊടുത്തിട്ട് മാറ്റിയിടലാണ്. ഒരു 10 മാലര, അതായത് നീല തന്നെ കൊടുത്ത് പച്ച ബൾബിൻ്റെ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ പച്ച കൊടുത്തിട്ട് മാറ്റി നിങ്ങൾക്കിപ്പം വേണമെങ്കിൽ ഒരു ബൾബിൻ്റെ ഒരു സൈഡിൽ പച്ച, ഒരു സൈഡിൽ നീല അങ്ങനെ കൊടുത്തിട്ടോ അല്ല എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടോ അല്ലേ. ഞാനിപ്പോൾ ഇങ്ങനെ സിംഗിൾ മാത്രം കൊടുത്തിട്ട് ഇങ്ങനെ മാറ്റിയിടണം. ഇതുപോലെ സിംഗിൾ ഒരു വയർ മാത്രം കൊടുത്തിട്ട്, കാരണം അതാകുമ്പോൾ കുറച്ച് പണി എളുപ്പമുണ്ട്. അതുപോലെ ഈ നീല കൊടുക്കുമ്പോൾ തന്നെ പച്ച ഒന്ന് കൊടുത്ത് നോക്കും. പച്ച ഇതുപോലെ ഒരു 10 ബൾബിൻ്റെ കൊടുത്ത് വെച്ചിട്ടാകുമ്പോൾ ലാസ്റ്റ് അത് എല്ലാം കൂടെ ഒരു ദിവസം വേണ്ടി വരും. അത് പിന്നെ വയറെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ പച്ചയും നീലും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു മാലയാക്കി എടുക്കും. അത് ഞാനിപ്പം 41 ബൾബാണ് ഒരു മാലയിൽ. ആദ്യം മുമ്പ് 50 ബൾബ് ഉണ്ടായിന്. പക്ഷേ അതിനുശേഷം ഡെക്കറേഷൻ കാരണം പറഞ്ഞു അത് വേണ്ട, ഒരു 40 ബൾബ് മതി, കുറച്ച് ബ്രൈറ്റ്നെസ് കൂടുകയും ചെയ്യും. പിന്നെ മാത്രമല്ല ഈ ബെൽറ്റ് കെട്ടുമ്പോൾ കുറച്ച് ഉറപ്പുണ്ടാകുന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പം 41 ബൾബാണ് ഞാനാക്കുന്നത്. ഒരു മാലയിൽ 41 ബൾബ്. ഓക്കെ. സിംഗിൾ ലൈനായിട്ട് കണക്ഷൻ കൊടുത്താൽ ഇവിടെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ 20 പച്ച 20 നീല എടുത്തിട്ട് ഇങ്ങനെ ഒരു കട്ടാക്കി വെക്കും. മനസ്സിലായി. നമ്മൾ ഫേസിലാണ് കൊടുത്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. പൊളാരിറ്റി മാറുന്നുള്ളത്. കാരണം എല്ലാം ഈ ഫേസിൽ നിന്ന് മറ്റേ ന്യൂട്രലിലേക്ക് അങ്ങ് കൊടുത്ത് പോയി എല്ലാം ഫേസിലാണ് കൊടുത്തത്. ഈ ബൾബ് മൊത്തം ഇപ്പോൾ 20 നീല എടുക്കും. ഇത് 20 നീലായിട്ടുണ്ട്. പിന്നെ പച്ച നേരത്തെ 20 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അത് നമുക്ക് വലിയ ഷോൾഡർ ഇപ്പോൾ ഒരു എളുപ്പമുണ്ടാകും. മാത്രമല്ല ഈ ലൈറ്റെല്ലാം കൃത്യ ഓർഡറിൽ തന്നെ വരികയും ചെയ്യും. പിന്നെ ആ ഒരു പച്ച ഒരു നീല ഒരു പച്ച ഒരു നീല ഇങ്ങനെ മാറി. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്. അതുകൊണ്ട് ഇങ്ങനെ ആക്കുന്നു. വയറ് കളറും പച്ചക്ക് പച്ച കളറും പിന്നെ നീലക്ക് നീല വയറും കൊടുക്കുന്നു. അപ്പം നിങ്ങളെ സൗകര്യം പോലെ വയറ് കളറില്ലെങ്കിൽ എങ്ങനെ വേണം കൊടുത്തു. പക്ഷെ അത് ഒരു നീലയും ചുവപ്പും പിന്നെ ഒരു പച്ചയും ചുവപ്പും പിന്നെ ഒരു നീലയും ചുവപ്പും പിന്നെ ഒരു പച്ചയും ചുവപ്പും ഇങ്ങനെ മാറി വരണമെന്നില്ല. എന്നാലേ അത് ശരിക്കും ഒരു രസം ഉണ്ടാവും. ഇത് ഇതുപോലെ കെട്ടി വെക്കും. കാരണം പിന്നെ ഇത് 41 ഇത് ഷോൾഡർ ചെയ്താൽ ഒരു മാലയായി. നമ്മൾ ഇത് കൊടുത്ത് ഇങ്ങനെയുള്ള 40 ബൾബ് നമ്മൾ മാലയാക്കാൻ വേണ്ടി പോകാൻ അത് നമ്മൾ പച്ച എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മൊത്തം ഫേസിലെ കണക്ഷൻ കൊടുത്തിന് സിംഗിൾ. അപ്പോൾ ന്യൂട്രയിൽ ബാക്കിയുണ്ടാവും.
അപ്പോൾ ഇനി വരുന്ന വയറ് ന്യൂട്രലങ്ങ് കൊടുത്ത് പോയാൽ മതി. ഒരു പച്ച എടുത്ത് ആ പച്ചക്ക് നീല കൊടുക്കുക. സൈഡ് ഒരു കെട്ടിട്ട് കൊടുക്കുക. ഈ നീലയിൽ എടുത്ത് പച്ച കൊടുക്കുക. വീണ്ടും കെട്ടിടുക. ഇപ്പം എളുപ്പത്തിൽ ഇനിയിപ്പം പണി പെട്ടെന്ന് തീരും. കാരണം ഇതെല്ലാം നമ്മളിത് കൊടുത്തല്ലേ, ഇപ്പം വളരെ പെട്ടെന്ന് പണി തീരും. പച്ച അതിൽ നീല കൊടുക്കുക. അങ്ങനെ ഓരോന്ന് കൊടുത്ത് അത് മാലയാക്കുക. നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെച്ചാൽ നമ്മൾ ആദ്യം ഇത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ ഇട്ടിട്ട് ആണ് ഇങ്ങനെ കണക്ഷൻ കൊടുക്കൽ. അപ്പോൾ അത് എന്നിട്ട് ലാസ്റ്റ് ഇത് ഈ ഇതുപോലെ ഇത് ബൾബിൻ്റെ മുകളിൽ ഇടലാണ്. അപ്പോൾ ഇതിപ്പം കൊടുക്കുന്നത് ഈ സാധനമല്ല. കാരണം ഇത് ഒരു പൊട്ടിപ്പോകും പെട്ടെന്ന്. ഈ നമ്മൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്കെല്ലാം ഇടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വീകുമ്പോൾ പൊട്ടിപ്പോകും. ഒരു ഗ്ലാസ് ടൈപ്പാണ്, പ്ലാസ്റ്റിക്കാണെന്നാലും. അപ്പോൾ അതിന് വേണ്ടി വേറൊരു സാധനമാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. അതത്ര പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല. ഞാൻ കാണിച്ചു തരാം. അത് ഇത് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഇത് ഒരു 17 മിനിറ്റ് ഉണ്ടാവും ഞാനിപ്പോൾ തുടങ്ങിയിട്ട്. അതിനോട്ട് ഇതൊന്നായി കിട്ടി. കാരണം നമ്മൾ ആദ്യം തന്നെ എല്ലാം ഒരു സൈഡെല്ലാം കൊടുത്തു വെച്ചല്ലോ, പിന്നെ ഒരു സൈഡെല്ലാം കൊടുത്ത് വരണ്ടുള്ളൂ. അതുകൊണ്ട് പെട്ടെന്നായതാണ്. ഒരു ദിവസം അതിന് മെനക്കെടണമെന്നേ ഉള്ളൂ. കാരണം ഒരു 10 4:30 സംഭവം ഇങ്ങനെ ആക്കിയെടുക്കുക. ഒരു ദിവസം മെനക്കെട്ട് കഴിഞ്ഞാൽ ബാക്കി നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു 5 മാല ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കി വെച്ചാൽ ഒരു ദിവസം നമുക്കൊരു 10 മാല ആക്കാം. കാരണം പകുതി പണിയും ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞല്ല. ബൾബ് ഇങ്ങനെ കൊടുത്ത് വെച്ച് പിന്നെ ഈ ഓരോ സൈഡ് കൊടുത്ത് വരെയല്ലേ വേണ്ടു. കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ബൾബിന് ഒരു ന്യൂട്രൻ്റെ ലെഗാണ് ബാക്കിയുണ്ടാവുക. ഇതുപോലെ ഒരു ലെഗ് ബാക്കിയുണ്ടാവും ന്യൂട്രൻ്റെ. ആ ന്യൂട്രൽ കൊടുക്കണം. ആ ന്യൂട്രൽ കൊടുക്കാണ്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് റെഡ് വയറാണ്. അപ്പോൾ എല്ലാ കളറും അല്ല, പച്ച, നീല, ചുവപ്പ് അല്ല. അതിനുവേണ്ടി അതുകൊണ്ട് റെഡ് വയർ എടുക്കും. നമ്മളെ സോൾഡറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പരിപാടി എന്ന് പറയുമ്പോൾ നോട്ട് കൊടുത്ത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം ഈ സാധനം ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന്. എന്നിട്ട് ഇങ്ങനെ ഈ മൂടിയിട്ടിട്ട് ഇങ്ങനെ ആക്കലാണ് ഇതുപോലെ. പക്ഷേ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു ഈ സാധനം. അതുകൊണ്ട് ഇപ്പം വേറെ സാധനം വന്നിട്ടുള്ളൂ. ഇതുപോലെ ഇതിങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇവിടെ ഒരു ഇതുണ്ടാവും, ലോക്ക് ഉണ്ടാവും. ഈ ലോക്ക് ഇങ്ങനെ ഇട്ടേക്കും കാണിച്ചു. ഇങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ടാകുമ്പോൾ ഇതല്ലേ ബൾബ് ഇങ്ങനെ വെക്കുക. ഇങ്ങോട്ട് അമർത്തിയിട്ട് ആ ലോക്കിലങ്ങ് ഇട്ട് കൊടുക്കുക. സംഭവം കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുമില്ല. കാരണം ഇതിങ്ങനെ നിലത്തിടുമ്പോഴൊന്നും ഇത് പൊട്ടൂല. അതതിൻ്റെ പ്രത്യേകത.
പിന്നെ ഇതിൻ്റെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് പിന്നെ ഒരു വയർ ടൈ എടുത്തിട്ട് ഇത് കെട്ടുന്നുണ്ട്. അപ്പോൾ അഥവാ ലോക്കിന്ന് ഇളകി പോയാലും ഇത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സെറ്റായി. ഇപ്പോൾ കട്ട് ചെയ്തോളെ. ഓക്കെ, ഇതുവരെ എല്ലാം കൊടുത്ത് വരാം. നമ്മൾ ഇതെല്ലാം അങ്ങനെ കേബിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വയറും ഈ ചുവപ്പ് വയറും കൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കണം. ഇങ്ങനെ കൂട്ടിപ്പിടിച്ചെടുക്കണം. അത് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അത് ഇതിൻ്റെ വയറ് ഇതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലാക്കി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് റെഡിയാക്കാൻ വേണ്ടി പോയിരുന്നു. ഈ സാധനം അങ്ങോട്ടിടുക. ഒരു കവറാണ്, ഇവിടെ ഒരു കെട്ടിടുക. ഇതാണ് അതിൻ്റെ പിന്നെ ഇത് സർക്യൂട്ട്. ഇത് പിന്നെ 50 ബൾബ് കത്തിക്കുക. 50-60 ബൾബ് വരെ കത്തിക്കാനല്ല പറയുന്നത്. പക്ഷേ ബ്രൈറ്റ്നെസ് കുറയും, ലൈറ്റ് കുറയും. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ബോർഡിന് ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു യൂട്യൂബിൽ. ഇത് പൊളാരിറ്റികൾ നോക്കിയിട്ട് കൊടുക്കണം. ഇത് ന്യൂട്രാണ്, പിന്നെ കപ്പാസിറ്റർ ഇപ്പുറം ഫേസാണ്. ന്യൂട്രൽ ഫേസും മാറാതെ കൊടുക്കണം. അതുപോലെ ഇതിൽ പിന്നെ ന്യൂട്രൽ വരുന്ന നമ്മളെ പച്ച വയർ, ഫേസ് വരുന്ന പച്ച വയറാണ്, ന്യൂട്രൽ വരുന്ന ചുവപ്പ് വയറാണ്. അതും അതേപോലെ കൊടുക്കണം. ഇതിൽ പൊളാരിറ്റി മാറിയ കത്തൂല കേട്ടോ. ഇതിൽ പൊളാരിറ്റി കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. പൊളാരിറ്റി മാറിയ കത്തൂല. കംപ്ലൈൻ്റ് ഒന്നും ആവില്ല, പക്ഷെ കത്തൂല മാത്രം. അത് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് കറണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ 2 വയർ എടുത്തിട്ടുണ്ട്. AC കൊടുക്കാൻ വേണ്ടിയിട്ട്. AC കൊടുക്കുമ്പോൾ പിന്നെ പൊളാരിറ്റി നോക്കണ്ട, ഏത് വയർ എവിടെയും കൊടുക്കുക, പ്രശ്നമൊന്നുമില്ല. DC പൊളാരിറ്റി നോക്കണം. ഫേസ് ന്യൂട്രൽ മാറിപ്പോവാണ്ട് നോക്കണം. അതിനാണ് പൊളാരിറ്റി എന്ന് പറയല്. നമ്മളത് കൊടുത്ത് ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കറണ്ട് കൊടുത്തോണ്ടാം. ഇതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം. ഞാനിവിടെ സ്വിച്ച് ബോർഡ് വെച്ച് വേറെ പിന്നെ ഫീസെല്ലാം വെച്ച് വേറൊരു ബോർഡാക്കിയിട്ടുണ്ട്. അത് കൂടാതെ പിന്നെ ഒരു ബ്രേക്കർ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സേഫ്റ്റി നോക്കിയിട്ട് ചെയ്യണം, അല്ലേ പിന്നെ ബുദ്ധിമുട്ടാണ്, അപകടം പറ്റൂലേ. അപ്പോൾ അത് കത്തുന്നുണ്ട്. ഞാൻ കത്തുന്നത് കാണിച്ചു തരാം. ബൾബ് അടിപൊളിയായിട്ട് തന്നെ കത്തുന്നുണ്ട്. നമ്മൾ കുറച്ച് ഇരുട്ടാക്കിയിട്ട് ഇത് കാണിച്ചു തരാം. നമ്മൾ ഈ സാധനം പിന്നെ ഇത് ആ ഡപ്പയിലേക്ക് ഇറക്കിയിട്ട് ഈ മൂടിയിട്ട് സേഫ് ആക്കണം, ബന്ദോസാക്കണം. കാരണം ഇതിലിപ്പോൾ ഷോക്ക് ഉണ്ടാവും കേട്ടോ, കറണ്ട് ഉണ്ടാവും. കാരണം ഇത് AC പിന്നെ DC മാറുന്നില്ല.
അതിൻ്റെ ഇൻക്രീസ് ആവുകയുള്ളൂ. എ സി ആയിട്ട് തന്നെ ഉള്ളത്. പക്ഷെ അത് ഈ ലൈറ്റിന് ബൾബിന് വേണ്ടുന്ന കറണ്ട് ഇൻക്രീസ് ആയിട്ടാണ് ഈ ബോർഡ് പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ ഷോക്ക് ഉണ്ടാവും. പിന്നെ ഇത് ഈ മൂടിയിട്ടിട്ടാകുമ്പോൾ ഞാൻ ഇവിടെ ഒരു കെട്ടും കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അഥവാ ഈ മൂടിയിടുന്ന ഇത് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അഥവാ വെള്ളയിൽ പോയാൽ അത് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി, വീണ് പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ കെട്ടി തങ്ങി വെക്കും. അപ്പോൾ നമുക്ക് വീണ്ടും മൂടിയിടാം. പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം കിട്ടുന്ന വരില്ലല്ലോ. ഇതുപോലെ എൻ്റെ പണിയെടുക്കുന്ന തന്നെ പോകണം. അപ്പോൾ എല്ലായിടത്തും ഇതേപോലെ ഡബ്ബി തന്നെ ഉണ്ടാവണമെന്നില്ല. ഡബ്ബി കുറേ തരമുണ്ട്. അപ്പം ഇതുപോലെ ഇങ്ങനെ ഇത് കെട്ടിങ്ങനെ ഇട്ട് കൊടുക്കുക. സമം വളരെ അടിപൊളിയായിട്ട് തന്നെ കത്തുന്നുണ്ട്. എല്ലാ കളറും ഒരേപോലെ മിക്സ് ആയിട്ടുണ്ട്. പച്ച, നീല അങ്ങനെ വെച്ചിട്ട് ഒരു വെറൈറ്റി നല്ലൊരു സ്റ്റൈലാണ്. അവിടെ പരിപാടിക്കെല്ലാം തൂക്കിയിട്ട് നല്ലൊരു സ്റ്റൈലുണ്ടാവും. ഇതുപോലെ ലൈറ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരും. കേരളത്തിലെവിടെയും കൊറിയറായിട്ട് അയച്ചു തരും. 220 രൂപയാണ് ഇതിൻ്റെ വില. 10 മീറ്റർ നീളമുണ്ടാവും, 41 ബൾബുണ്ടാവും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക.